ഞങ്ങൾക്ക് സേഫാണ്. കാരണം ഇപ്പോൾ ആശുപത്രികളിലൊക്കെ മരുന്നുണ്ട്, അത്യാവശ്യം ചികിത്സ നിലയിൽ കിട്ടുന്നു. എല്ലാവരും വളരെ ആശ്വാസകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കേരളത്തിൽ പൊതുവെ സമാധാനപരമാണ്. പിന്നെ ഇപ്പോൾ ലഹരിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ലഹരിക്കെതിരെ എല്ലാവരും പോരാടും, നമ്മളെല്ലാവരും പോരാടണം. അതിനുവേണ്ടി ശക്തമായി ഗവൺമെൻറ്റും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. മൂന്നാമതും അധികാരത്തിലാണ് സാധ്യത. കാരണം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാര വടംവലിയും ജനങ്ങൾ വോട്ട് ചെയ്താൽ തന്നെ വേണ്ട എന്ന തരത്തിലാണ് അവരുടെ നിലപാട്. ആ തരത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടതുപക്ഷം തന്നെയായിരിക്കും ഇനി അടുത്ത 5 വർഷം കൂടി സാധ്യതകൾ കാണുന്നത് തന്നെയാണ്. സർക്കാരിന് പിണറായിനെ അപേക്ഷിച്ച് സെക്കൻഡ് അധികാരത്തിൽ വന്നത്, രണ്ടാമത് അധികാരത്തിൽ വന്നതോ, അപ്പോൾ എങ്ങനെയുണ്ട് ഒരു വിലയിരുത്തൽ എന്നറിയാൻ വേണ്ടി? വളരെ മോശം. എന്തെല്ലാം കാര്യത്തിലാണ് മോശം എന്ന് പറയാൻ? മോശമാണ്. അനുഭവത്തിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പ്രളയം ഉണ്ടായി, പിന്നെ കോവിഡ് അതിൽ നിന്ന് വിലയിരുത്തി രണ്ടാം സർക്കാരുണ്ടായി. അതിൽ കവിഞ്ഞ് വരുമൊന്നും ഉണ്ടായില്ല. പ്രതിപക്ഷം എങ്ങനെയുണ്ട്? ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? പ്രതിപക്ഷം അത്ര നല്ല പോരാ. മൂന്നാമത് അധികാരത്തിൽ വരുന്നതാണോ താങ്കളുടെ ഒരു പ്രതീക്ഷ? അതിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പൊളിറ്റിക്കൽ ഇതിലായിട്ട് ഞാൻ വിലയിരുത്തിയിട്ടില്ല. മാറ്റം ഇവിടുത്തെ ജനത്തിൻ്റെ പ്രതികരണം അനുസരിച്ച് മാറ്റം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ല, നമ്മളൊന്നുമല്ല. നമുക്ക് കേരളത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയ സാഹചര്യം കേരളത്തിലുണ്ട്. ഇപ്പോൾ എൻ്റെ മോൻ ഇന്നലെ ബോംബെ പോയതാ. അവിടെ വണ്ടി ഇടിച്ചിട്ട് അവനെ ചത്തുപോകും. ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ വണ്ടി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് കൈ കാണിക്കാം, വണ്ടി നിർത്തി തരും. പക്ഷേ മറ്റുള്ള സ്റ്റേറ്റിൽ നമുക്ക് വണ്ടി പോലും നിർത്തി തരില്ല, ഇടിച്ചിട്ട് തെറിപ്പിച്ച് കളയും. അങ്ങനെ സംസാരം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. മറ്റൊരു സ്റ്റേറ്റിലും നമ്മൾ വണ്ടി കൈ കാണിച്ച പോലും നിർത്തില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനം രാഷ്ട്രീയം ഏതായിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനത്തിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, ഒക്കെ ഉണ്ട്. അതാണ് സത്യം. ഒന്നാം സർക്കാർ രണ്ടാം സർക്കാർ ഞാൻ പറയില്ല. പ്രതിപക്ഷത്തിനെ കുറിച്ച് നല്ല പറ്റില്ല. പക്ഷേ നമ്മുടെ സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചോദ്യം ചോദിക്കാം, സ്വസ്ഥമായിട്ട് നിൽക്കാം. അതൊന്നും ഞാൻ പറയില്ല. നമ്മുടെ സ്റ്റേറ്റിൽ സുഖമാണ്, അതത്രേ ഉള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഒന്നാം പിണറായി സർക്കാർ ആണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്. പിന്നെ രണ്ടാം പിണറായി സർക്കാർ വലിയ ഇതൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രതിപക്ഷം എങ്ങനെയുണ്ടെന്ന് അറിയാൻ? പ്രതിപക്ഷം ആദ്യത്തെക്കാളും രണ്ടാമതാണ് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ തുടങ്ങി ഇതുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കാരിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ടോ? സെക്കൻഡ് പിണറായി സർക്കാരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ എന്തെങ്കിലും? അല്ല, മൊത്തത്തിൽ സുഖമില്ലേ പോക്ക്, അത്രേ ഉള്ളൂ. നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാനും ഇതിനും ഒക്കെ ആയിട്ട് ഒരു ഇത് വേണ്ടായിരുന്നു. അതായത് പൈസ ഉള്ളവർക്കൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല, പാവപ്പെട്ടവർക്കൊക്കെ ജീവിക്കാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ അതും കിട്ടുന്നത് കൂടുതലും മറ്റേ ഇതാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച് ആ വണ്ടി മേടിച്ചിട്ട് ടാക്സ് കാശോളം പുതിയ വണ്ടി മേടിക്കുള്ളൂ. സെക്കൻഡ് ഹാൻഡ് വണ്ടി കാശില്ലാത്തവനെ മേടിക്കുള്ളൂ, അതിനും ടാക്സ് കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ പാവപ്പെട്ടവരാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നത്. എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കൂടുതൽ വിശദമായിട്ട് പറയാനായിട്ട് നമുക്ക് തുടർച്ച എന്തായാലും കാണുമെന്ന് തോന്നുന്നു. അത് അങ്ങനെയാണ് അതിൻ്റെ പോക്ക് കണ്ടിട്ട്. ഒന്നാം സർക്കാർ പിണറായിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാർ പിണറായി അധികാരത്തിൽ വന്നല്ലോ, എങ്ങനെയുണ്ട് വിലയിരുത്തൽ അറിയാൻ വേണ്ടി? ഒന്നാം സർക്കാരിൻ്റെ ആ ഒരു കഴിവ് രണ്ടാം സർക്കാരിലില്ല, പോരായ്മകളുണ്ട്. പ്രതിപക്ഷം എങ്ങനെയുണ്ട്? പ്രതിപക്ഷത്തിനും ഒരുപാട് പോരായ്മകളുണ്ട്. എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാണ് മറ്റേ സെക്കൻഡ് പിണറായി സർക്കാരിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് കുറച്ചുകൂടി ബെറ്റർ ആവാൻ അതിനെക്കുറിച്ച് രാഷ്ട്രീയക്കാരാണ് തീരുമാനിക്കുന്നത്. നമ്മളൊരു രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും പ്രയാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ജീവിക്കുന്ന കാലത്തിൽ ജീവിക്കുന്ന കാലത്തിൽ സർക്കാരിൻ്റെ എന്താ പറയുന്നത്, എല്ലാത്തിനും വിലക്കയറ്റങ്ങളുണ്ട്. അതിന് ബുദ്ധിമുട്ടാണല്ലോ, സാധാരണക്കാരെ ബുദ്ധിമുട്ടാണല്ലോ വിലക്കയറ്റം, അതുണ്ട്. അപ്പോൾ സാധാരണ ജോലിക്കാരായ വ്യക്തികൾക്കൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മൂന്നാം സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നില്ലെന്നാണോ അതോ മാറ്റം വരുന്നാണോ പ്രതീക്ഷ? അത് ജനങ്ങൾ വോട്ടർമാർ ചിന്തിക്കട്ടെ. സാമ്പത്തികമായിട്ട് നല്ല ഡൗണാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ അധികാരത്തിൽ വരുന്നാണോ പ്രതീക്ഷ? വേറെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഈ പാർട്ടി തന്നെ ഭരണത്തിൽ വരുള്ളൂ. ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. അതിനുള്ള പാർട്ടിക്ക് അതിനുള്ള നേതാക്കന്മാരില്ല. ഉണ്ടായത് തന്നെ ഭരണം കിട്ടിയത് തന്നെ അവിടെ തല്ലുകൊടുത്താണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവർക്ക് ഇനി ഭരണത്തിൽ വരാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ജനസേവനങ്ങൾ ചെയ്യുന്നതിൽ നല്ല ഇതല്ലേ അവർ ചെയ്യുന്ന. കുറേ അധികം പേർക്ക് UDF കൊടുത്താലും പെൻഷൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ
വീടുകൾ വെച്ചു കൊടുക്കുന്ന ഈ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്തെല്ലാം നല്ല ദുരിതഗതിയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് പ്രതിപക്ഷം എല്ലാം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് കള്ള രാഷ്ട്രീയമായിട്ട് കൂട്ടിയാൽ മതി. ഇത്തവണ അടുത്തവണയും പിണറായി തന്നെ വരും, മൂന്നാമതും വരും. കാരണം ഇങ്ങനെ എല്ലാവരും നല്ല ഭരണമായിട്ട് കണക്ക് എടുത്തിട്ടുണ്ട്. അപേക്ഷിച്ച് ഇത്തിരി അഹങ്കാരം കൂടി. അഹങ്കാരം കൂടി. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഈ രണ്ടാം സർക്കാർ പിണറായി സർക്കാരിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണ്? മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഇത്തിരി ധിക്കാരം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ആണല്ലേ? ഓക്കെ. പ്രതിപക്ഷം എങ്ങനെയുണ്ട്? പ്രതിപക്ഷം മോശമൊന്നുമില്ല. പ്രതിപക്ഷത്തിന് സമരങ്ങളൊന്നും ഏക്കലിനെ എന്നുള്ളൂ. ഒരു മൂന്നാം പിണറായി സർക്കാരിലേക്ക് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷിക്കാൻ അത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പോലെ ഇരിക്കും. കോൺഗ്രസ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ KPCC പ്രസിഡന്റുമാരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭരണം വീണ്ടും UDF തന്നെ അനുകൂലമായിട്ടിരിക്കും.